ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്ലബ്. അപ്പോൾ ലെവൽ 1 ഉം 2 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ലെവൽ 3 നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഡേ 25 നമ്മൾ പഠിക്കാൻ പോകുന്നത് പാസീവ് വോയിസ് ആണ്. അപ്പോൾ എന്താണ് പാസീവ് വോയിസ് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ പഠിച്ച ടെൻസുകളെല്ലാം ആക്റ്റീവ് വോയിസിലുള്ളതാണ്. ആക്റ്റീവ് വോയിസ് എന്താണെന്ന് ചോദിച്ചാൽ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു പ്രധാനപ്പെട്ട 9 സബ്ജക്റ്റ്, ഐ എന്നും വി എന്നും യു എന്നും ദേ എന്നും ഹി എന്നും ഷീ എന്നും ഇറ്റ് എന്നും ഒരു വ്യക്തി, ഒന്നിൽ കൂടുതൽ വ്യക്തികൾ. അപ്പോൾ ഇതിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മളൊരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു, ആരംഭിക്കുന്നു. അതോടൊപ്പം സബ്ജക്റ്റിന്റെ എണ്ണം അനുസരിച്ച് ഇപ്പൊ ഹി ഈസ് എന്നും ദേ ആർ എന്നും അല്ലേ, നമ്മൾ ഓക്സിലറി വെർബുകളായ ഈസ് ആർ ആമും വാസ് വെയറും ഹാസ് ഹാവും വില്ലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു. അതോടൊപ്പം വെർബിന്റെ പല രൂപങ്ങളും V1 V2 V3 ING ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആക്റ്റീവ് വോയിസ്. ഇനി നേരെ മറിച്ച് പാസീവ് വോയിസിൽ വരികയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ആദ്യം ഇംഗ്ലീഷ് ഭാഷയിൽ ആക്റ്റീവ് വോയിസ് ആയിരുന്നു. പാസീവ് വോയിസ് ഉണ്ടായതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ സബ്ജക്റ്റിനെ അറിയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും. ഒരു സെന്റൻസിൽ ഒരു ആക്ഷൻ, ഒരു പ്രവൃത്തി ചെയ്യുന്ന ആരോ അല്ലെങ്കിൽ എന്തോ, അതിനെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ചില സാഹചര്യം നമുക്ക് ഈ പ്രവൃത്തി ചെയ്ത ആളെ അല്ലെങ്കിൽ എന്തിനെ നമുക്ക് അറിയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. അപ്പൊ നമ്മളൊരു സെന്റൻസ് അത് ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണെന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. അവിടെ പ്രവൃത്തി ചെയ്ത ആൾക്കൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്ത ആളെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു സെന്റൻസ് പറയാം. ഇപ്പൊ പ്രവൃത്തി ചെയ്ത ആളെ നമുക്ക് അറിയാം അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്ത ആൾക്കൊരു പ്രാധാന്യം ഉണ്ടെങ്കിൽ ആ സെന്റൻസ് നമ്മൾ ആക്റ്റീവ് വോയിസ് എന്ന് പറയും. ഉദാഹരണം പറയുകയാണെങ്കിൽ റോക്കി ബായ് കിൽഡ് 20 പീപ്പിൾ അല്ലേ, റോക്കി ബായ് 20 ആൾക്കാരെ കൊന്നു. ഇത്തരത്തിൽ ക്രിമിനൽസിനെയാണ് റോക്കി ബായ് കൊന്നത്. അതുകൊണ്ട് ആ സെന്റൻസിൽ റോക്കി ബായ്ക്ക് പ്രാധാന്യമുണ്ട്. കൊന്ന റോക്കി ബായ് നമുക്ക് അറിയുന്നത് കൊണ്ട് അത് ആക്റ്റീവ് വോയിസ് നമ്മൾ പറഞ്ഞു, റോക്കി ബായ് കിൽഡ് 20 പീപ്പിൾ. ഇനി അതൊരു ടെററിസ്റ്റ് അറ്റാക്ക് ആയിരുന്നു എന്ന് കരുതുക അല്ലേ, ഏതോ ഒരുത്തൻ കുറെ ആൾക്കാരെ കൊന്നിട്ട് രക്ഷപ്പെട്ട് കളഞ്ഞു. അവിടെ കൊന്ന ടെററിസ്റ്റ് നമുക്ക് ഒരിക്കലും പ്രാധാന്യം കൊടുക്കാൻ പറ്റില്ല. അവിടെ നമുക്ക് മരിച്ച ആൾക്കാർക്ക് മാത്രമാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അവിടെ മരിച്ച ആൾക്കാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒബ്ജക്റ്റ് എന്നാണ് പറയുന്നത്. നമ്മുടെ സെന്റൻസിൽ ഒബ്ജക്റ്റ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ എപ്പോഴും ഒരു സെന്റൻസ് കിട്ടിയാൽ സബ്ജക്റ്റ് ചെയ്ത പ്രവൃത്തി ആരെ അല്ലെങ്കിൽ എന്തിനെന്ന് പറഞ്ഞു നോക്കുക. അവിടെ ആൻസർ കിട്ടുന്നെങ്കിൽ അതാണ് ഒബ്ജക്റ്റ്. ഇപ്പൊ റോക്കി ബായ് കൊന്നു ആരെ അല്ലെങ്കിൽ എന്തിനു ചോദിച്ചാൽ 20 ആൾക്കാരെയാണ്. അപ്പൊ അത്തരത്തിൽ നമ്മൾ ഒബ്ജക്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി മാത്രമേ നമുക്ക് ഈ പാസീവ്സ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഇപ്പൊ ടെററിസ്റ്റ് അറ്റാക്ക് ആണെങ്കിൽ കൊന്ന ആൾ ഇവരെ കൊന്നിട്ട് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പ്രവൃത്തി ചെയ്ത ആൾ ആരെന്ന് അറിഞ്ഞുകൂടാ, സബ്ജക്റ്റിനെ അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അപ്പൊ അത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ നമുക്ക് ആക്റ്റീവ് വോയിസ് പറയാൻ സാധിക്കില്ല, കാരണം സബ്ജക്റ്റിനെ അറിയില്ല. ഇവിടെ നമുക്ക് പാസീവ് വോയിസ് ഉപയോഗിക്കാനേ പറ്റുള്ളൂ, കാരണം അവിടെ നമുക്ക് ഒബ്ജക്റ്റ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അങ്ങനെ ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അറിയുന്ന ഒബ്ജക്റ്റിനെ വെച്ചുകൊണ്ട് ആ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാഹചര്യമാണ് ഒന്നാമത്തെ കേസിൽ പാസീവ് വോയിസിൽ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിനെ അറിയാൻ പറ്റാത്ത സാഹചര്യം. ഈ പറഞ്ഞ സാഹചര്യത്തിൽ നമുക്ക് പാസീവ് വോയിസ് ഉപയോഗിക്കാനേ പറ്റും. നമുക്ക് രണ്ടാമത്തെ സാഹചര്യം സബ്ജക്റ്റിനേക്കാൾ പ്രാധാന്യം ഒബ്ജക്റ്റിന് ഉണ്ട് എങ്കിലാണ്. ഇപ്പോൾ നിങ്ങളൊരു കല്യാണത്തിന് പോയി ബിരിയാണി കഴിച്ചു, ബിരിയാണി നന്നായിട്ടുണ്ടെന്ന് പറയുന്നത്. ഒരു കല്യാണത്തിന് പോയിട്ട് നമ്മൾ പറയാണ് ബിരിയാണി നന്നായിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മളത് ആക്റ്റീവ് വോയിസിൽ പറയുകയാണെങ്കിൽ നമ്മൾ നേരെ കിച്ചണിൽ പോയി ബിരിയാണി ഉണ്ടാക്കിയ ആളെ പരിചയപ്പെടുക. അയാളുടെ പേര് ജബ്ബാർ എന്നാണ്. അപ്പൊ ജബ്ബാർ ഉണ്ടാക്കിയ ബിരിയാണി നന്നായിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ നമ്മൾ സബ്ജക്റ്റിനെ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ആക്റ്റീവ് വോയിസ് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പൊ അത്രയും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അവിടെ ജബ്ബാറാക്കൊക്കെ വലിയ പ്രാധാന്യമൊന്നുമില്ല. അവിടെ പ്രാധാന്യം ബിരിയാണിക്കാണ്. അപ്പൊ നമ്മളൊരാളുടെ അടുത്ത് പോയി പറയാണ് ആ കല്യാണത്തിന്റെ ബിരിയാണി നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ ബിരിയാണി ഒബ്ജക്റ്റിനാണ് പ്രാധാന്യം. ഇപ്പൊ ജബ്ബാർ ഉണ്ടാക്കി ആരെ അല്ലെങ്കിൽ എന്തിനെന്ന് ചോദിച്ചാൽ ആക്റ്റീവ് വോയിസ് ആണ്. ബിരിയാണിയാണ്. അപ്പോൾ ഒബ്ജക്റ്റ് ബിരിയാണിയെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ബിരിയാണിക്ക് പ്രാധാന്യം കൊടുത്ത് പറയുക ബിരിയാണി നന്നായി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ പ്രാധാന്യം ജബ്ബാറിനല്ല, ആ ബിരിയാണിക്കാണ്. അത്തരത്തിൽ നമ്മളൊരു സെന്റൻസിൽ സബ്ജക്റ്റിനെ അറിയാൻ പറ്റാത്ത സാഹചര്യത്തിനും സബ്ജക്റ്റിന് വലിയ പ്രാധാന്യം ഇല്ലെങ്കിലും നമുക്ക് പാസീവ് വോയിസ് ഉപയോഗിക്കാം. അപ്പോൾ ഒബ്ജക്റ്റ് ഉള്ള എല്ലാ സെന്റൻസിനെയും നമുക്ക് ആക്റ്റീവ് വോയിസിലും പാസീവ് വോയിസിലും പറയാമെന്നുള്ളത് പ്രത്യേകം ആലോചിക്കുക. അത് നിങ്ങളുടെ ലോജിക്കാണ്. ആ സാഹചര്യത്തിൽ ഏതാണ് കൂടുതൽ ഉപയോഗിക്കേണ്ടത്. അപ്പൊ നമ്മളെ ഇംഗ്ലീഷ് ഭാഷയെ സംബന്ധിച്ച് നമുക്ക് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മളൊരു 100 സെന്റൻസ് പറയുകയാണെങ്കിൽ 50 ആക്റ്റീവ് ആണെങ്കിൽ 50 പാസീവ് ആയിരിക്കും. ഇത്തരത്തിൽ വളരെ പ്രാധാന്യം ആക്റ്റീവ് വോയിസിനും പാസീവ് വോയിസിനും ഇംഗ്ലീഷ് ഭാഷയിലുണ്ട്. അപ്പൊ നമ്മുടെ സ്കൂളിൽ ഈ പാസീവ് വോയിസ് പഠിപ്പിച്ചപ്പോൾ പല കൂട്ടുകാർക്കും മനസ്സിലായിട്ടില്ല. കാരണം അന്നും ഇന്നും ടീച്ചർമാർ പറയുന്ന ഒരേ ഒരു ഡയലോഗ് രാവണൻ രാമനാൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. അത് ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ടീച്ചർമാർ ഇപ്പോഴും ക്ലാസ് എടുക്കുന്നത് പാസീവ് വോയിസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്നതും എല്ലാവർക്കും അറിയുന്നതും ഒരേ ഒരു സെന്റൻസിലാണ്, രാവണൻ രാമനാൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. നമ്മൾ ഈ പഠിച്ചതും പഠിപ്പിച്ച രീതിയും തെറ്റായത് കൊണ്ടാണ് ഇപ്പോഴും നമുക്ക് ആ കൺഫ്യൂഷൻ ഉള്ളത്. വളരെ സിമ്പിൾ ആണ്. നമ്മൾ സബ്ജക്റ്റിൽ ആരംഭിച്ച ഒരു സെന്റൻസ് പറയുകയാണെങ്കിൽ ആക്റ്റീവ് വോയിസ് എന്നും ഒബ്ജക്റ്റിൽ ആരംഭിച്ച സെന്റൻസ് പറയുകയാണെങ്കിൽ പാസീവ് വോയിസ് എന്ന് മനസ്സിലാക്കുക. രാമൻ രാവണനെ കൊന്നു എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് വോയിസ് ആണ്. കാരണം പ്രവൃത്തി ചെയ്ത ആള് രാമനാണ്. ആ രാമനിൽ നമ്മൾ ആ സെന്റൻസ് ആരംഭിച്ചു, അതുകൊണ്ട് അത് ആക്റ്റീവ് വോയിസ് ആയി. ഇനി രാവണനെ രാമൻ കൊന്നു
അവിടെ രാവണൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്ജക്റ്റ് ആണ് അല്ലേ? രാമൻ കൊന്നത് ആരെ അല്ലെങ്കിൽ എന്തിനെന്ന് ചോദിച്ചാൽ രാവണനെയാണ്. രാവണൻ ഒബ്ജക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അതിന്റെ റൂൾ അനുസരിച്ച് എഴുതുക എന്നുള്ളതാണ് വളരെ എളുപ്പമാണ്. ഏത് സാഹചര്യത്തിലാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഒന്ന് നമുക്ക് സബ്ജക്റ്റിനെ അറിയാൻ പറ്റാത്ത സാഹചര്യം. രണ്ട്, ഒബ്ജക്റ്റിന് സബ്ജക്റ്റിനേക്കാൾ പ്രാധാന്യമുള്ള സാഹചര്യങ്ങൾ അല്ലേ? ഇവിടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ someone stole my bike, ആരോ എന്റെ ബൈക്ക് മോഷ്ടിച്ചു അല്ലേ? അവിടെ മനസ്സിലാക്കേണ്ടത് മോഷ്ടിച്ച ആളെ നമുക്ക് അറിയില്ല. അപ്പൊ അത്തരത്തിൽ അറിയാൻ പറ്റാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ആ ബൈക്കിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമുക്ക് ആ സെന്റൻസ് പറയാൻ പറ്റും എന്നുള്ളതാണ്. മൈ ബൈക്ക് വാസ് സ്റ്റോളൻ എന്നുള്ളതാണ്, എന്റെ ബൈക്ക് മോഷ്ടിച്ചു എന്നുള്ളതാണ്. ബൈക്കിന് പ്രാധാന്യം കൊടുത്ത് പറഞ്ഞത് കൊണ്ട് അത് പാസീവ് വോയിസ് ആയി. ആ മോഷ്ടിക്കുക എന്ന പ്രവൃത്തി നാളെ നമ്മൾ എന്താണ് സെന്റൻസിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞത് കൊണ്ടാണ് ഇത് ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സെന്റൻസ് ഞാൻ പറഞ്ഞു സബ്ജക്റ്റിനേക്കാൾ പ്രാധാന്യം എന്താണ്? ഒബ്ജക്റ്റിന് വരുമ്പോഴാണ്. ദേ ബിൽഡ് ദ ബ്രിഡ്ജ് ഇൻ 1990 അല്ലേ? ഇവിടെ മനസ്സിലാക്കേണ്ടത് അവർ എന്താണ് ആ ബ്രിഡ്ജ് 1990 പണിതു എന്നുള്ളതാണ്. ഇവിടെ ചെയ്ത പ്രവൃത്തി അവർ അല്ലേ, അവർക്കാണ് പ്രാധാന്യം. അവർ ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്ത ആൾക്കാരാണ്. അത്തരത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് തന്നെ എന്താണ് അവർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ സെന്റൻസ് നമ്മൾ പറയുന്നത് കൊണ്ട് തന്നെ ആക്റ്റീവ് വോയിസ് നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു സെന്റൻസിൽ ഒബ്ജക്റ്റിനെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ദേ ബിൽഡ് ദ ബ്രിഡ്ജ് ഇൻ 1990 എന്ന് പറഞ്ഞാൽ അവർ പണിതു ആരെ അല്ലെങ്കിൽ എന്തിനെന്ന് ചോദിച്ചാൽ പാലത്തെയാണ് പണിഞ്ഞത്. അത്തരത്തിൽ നമ്മൾ ഒബ്ജക്റ്റ് മനസ്സിലാക്കിയാൽ പിന്നെ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. ആക്റ്റീവിലും പാസീവിലും പറയാമെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ നമുക്ക് ആ ബ്രിഡ്ജിന് പ്രാധാന്യം കൊടുത്ത് പറയാം ദ ബ്രിഡ്ജ് വാസ് ബിൽറ്റ് ഇൻ 1990 ഇല്ല, ആ പാലം 1990 പണിതു എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും എന്താണ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കണമെങ്കിൽ നമുക്ക് എന്താണ് പാസീവ് വോയിസ് ഉപയോഗിക്കാം. സബ്ജക്റ്റിനെ അറിഞ്ഞൂടാ എങ്കിലും പാസീവ് വോയിസ് ഉപയോഗിക്കാം. ഈ രണ്ട് സാഹചര്യത്തിലാണ് പ്രധാനമായും നമ്മൾ പാസീവ് വോയിസ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ ആക്റ്റീവ് വോയിസിലെ സെന്റൻസ് കണ്ടു someone stole my bike. അപ്പൊ പാസീവ് വോയിസ് ഞാൻ പറഞ്ഞു നമ്മൾ ഒബ്ജക്റ്റിൽ ആരംഭിക്കുന്നു. ഒബ്ജക്റ്റിന്റെ എണ്ണം അനുസരിച്ച് ഓക്സിലറി വെർബ് അല്ലേ, അത് കഴിഞ്ഞ് വെർബിന്റെ മൂന്നാമത്തെ രൂപം മാത്രമേ പാസീവ് വോയിസിൽ ഉപയോഗിക്കൂ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ആക്റ്റീവ് വോയിസ് എടുക്കുകയാണെങ്കിൽ V1 ഉപയോഗിക്കും സിമ്പിൾ പ്രസന്റിലും സിമ്പിൾ ഫ്യൂച്ചറിലും, വെർബിന്റെ V2 ഉപയോഗിക്കും സിമ്പിൾ പാസ്റ്റിൽ, വെർബിന്റെ എന്താണ് ING ഫോം ഉപയോഗിക്കും എല്ലാ കണ്ടിന്യൂസ് ടെൻസിലും, വെർബിന്റെ V3 ഉപയോഗിക്കും എല്ലാ പെർഫെക്റ്റ് ടെൻസിലും. അപ്പോൾ ഒരുപാട് എന്താണ് കോംപ്ലിക്കേഷൻ ഉണ്ട് വെർബിന്റെ കാര്യത്തിൽ ആക്റ്റീവ് വോയിസ്. പാസീവ് വോയിസ് കുറച്ചുകൂടി എളുപ്പമാണ്, നമുക്ക് മനസ്സിലാക്കാൻ കുറച്ചുകൂടി പാവമാണ് പാസീവ് വോയിസ്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒബ്ജക്റ്റിൽ ആരംഭിക്കുക എന്നുള്ളത് ഒരു കണ്ടീഷൻ. അത് കഴിഞ്ഞ് ഒബ്ജക്റ്റിന്റെ എണ്ണം അനുസരിച്ച് ഇപ്പൊ എ നോവൽ ഈസ് എന്നും നോവൽസ് ആറെന്നും നമ്മൾ പറയും. കാരണം നോവൽ ഒന്നായതുകൊണ്ട് എ നോവൽ ഈസ് എന്നും, നോവൽസ് ഒന്നിൽ കൂടുതൽ ആയതുകൊണ്ട് അവിടെ ആറെന്ന് നമ്മൾ ഉപയോഗിച്ചു. ഓക്സിലറി വെർബ് ഉപയോഗിക്കുക. വെർബിന്റെ മൂന്നാമത്തെ രൂപം ആക്റ്റീവ് വോയിസ് കണക്ക് നമുക്ക് ഒരുപാട് രൂപങ്ങളൊന്നും ഇല്ല. V3 മാത്രം നമ്മൾ പാസീവ് വോയിസിൽ നിന്നാണ് ഉപയോഗിച്ചാൽ മതി എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഈ ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റിന് പാസീവ് വോയിസ് എഴുതുമ്പോൾ വലിയ പ്രാധാന്യമൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ നിങ്ങൾക്ക് കാണിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ സബ്ജക്റ്റിനെ കാണിക്കാം. സബ്ജക്റ്റിനെ കാണിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സബ്ജക്റ്റിന്റെ ഒബ്ജക്റ്റ് ഫോം ആണ് അവിടെ കാണിക്കേണ്ടത്. ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ I എന്ന് വെച്ചാൽ എന്താണ് മീ ആയി മാറും, ബി എന്നുള്ളത് അസായി മാറും, ദേ എന്നുള്ളത് ദമ്മായി മാറും, ഹി എന്നുള്ള ഹിമ്മായി മാറും, ഷി എന്നുള്ളത് ഹെറായി മാറും, ഇറ്റി തന്നെയാണ്, യു തന്നെയാണ്, വ്യക്തികളൊന്നും മാറില്ല, അതുപോലെ തന്നെയാണ്. അപ്പൊ ഈ ഒരു വ്യത്യാസം അത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. someone stole my bike എന്നുള്ള ഈ സെന്റൻസിന്റെ പാസീവ് വോയിസ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഈ സെന്റൻസിൽ പ്രവൃത്തി ആളായിരുന്നു നമുക്ക് ചോദിച്ചാൽ someone ആരോ ഒരാളാണ് ചെയ്തത് അല്ലേ. അത് അയാൾ ചെയ്ത പ്രവൃത്തി എന്താണ്? സ്റ്റോൾ, മോഷ്ടിക്കുക എന്നുള്ളതാണ്. ആരെ അല്ലെങ്കിൽ എന്തിനെ മോഷ്ടിച്ചു ചോദിച്ചാൽ മൈ ബൈക്ക്, എന്റെ ബൈക്കിനെയാണ് മോഷ്ടിച്ചത്. അപ്പൊ ഇവിടെ സബ്ജക്റ്റ് കൊണ്ട്, വെർബ് കൊണ്ട്, ഒബ്ജക്റ്റ് കൊണ്ട്, ഈ മൂന്ന് കാര്യങ്ങൾ നമുക്കറിയാം. അപ്പൊ ഇത് ആക്റ്റീവിലും പറയാം പാസീവിലും പറയാമെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് നമ്മുടെ പ്രാധാന്യം നമ്മുടെ ബൈക്കിന് കൊടുത്തുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഒബ്ജക്റ്റ് തുടങ്ങണം, പാസീവ് വോയിസ് എഴുതാം അല്ലേ. മൈ ബൈക്ക് എന്നുള്ള ഒബ്ജക്റ്റ് ഞാനിവിടെ എഴുതി. ഈ സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പാസീവ് വോയിസ് ഉണ്ടാക്കാൻ വാസും വേറൊന്ന് ഓക്സിലറിയാണ് ഉപയോഗിക്കേണ്ടത്. അത് എങ്ങനെയാണെന്ന് വഴിയെ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ എന്താണ് മൈ ബൈക്ക് കഴിഞ്ഞാൽ അത് സിംഗുലർ ആയതുകൊണ്ട്, ഒന്നായതുകൊണ്ട് നമ്മൾ വാസാണോ വേറാണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഏതാണ് വാസ് ആണ് നമ്മൾ എഴുതേണ്ടത് അല്ലേ. മൈ ബൈക്ക് വാസ്. പിന്നെ ഞാൻ പറഞ്ഞു വെർബ് ഒന്നും ആലോചിക്കേണ്ട, V1 V2 V3 ING ഒന്നുമല്ല, ജസ്റ്റ് V3 മാത്രം എഴുതിയാൽ മതി, ടെൻഷൻ ഒന്നും വേണ്ട. ഇവിടെ സ്റ്റീൽ എന്ന വെർബിന്റെ V3 എന്ന് പറഞ്ഞാൽ സ്റ്റോളൻ എന്നുള്ളതാകുന്നു. അതോടൊപ്പം മനസ്സിലാക്കേണ്ടത് പാസീവ് വോയിസിൽ സബ്ജക്റ്റിനെ കാണിക്കണം നിർബന്ധമൊന്നുമില്ല. സബ്ജക്റ്റിനെ കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബൈ എഴുതി വേർതിരിച്ച് അവിടെ കാണിക്കാം എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ആരോ എന്റെ ബൈക്ക് മോഷ്ടിച്ചു എന്ന് ആക്റ്റീവ് വോയിസിലാണെങ്കിൽ എന്റെ ബൈക്ക് ആരോ മോഷ്ടിച്ചു എന്നുള്ളതാണ് പാസീവ് വോയിസിൽ നമ്മൾ പറയേണ്ടത്. അപ്പൊ ഇത്തരത്തിലാണ് നമ്മൾ പാസീവ് വോയിസ് ഉപയോഗിക്കേണ്ടത്. എല്ലാ ടെൻസിനും പാസീവ് വോയിസ് ഇല്ല. നമ്മൾ ഈ പഠിച്ച 12 ടെൻസിൽ 9 ടെൻസിന് മാത്രമാണ് പാസീവ് വോയിസ് ഉള്ളത്. അപ്പൊ ഇല്ലാത്ത ടെൻസ് ഏതാണെന്ന് ചോദിച്ചാൽ പെർഫെക്റ്റ് കണ്ടിന്യൂസിനൊന്നും പാസീവ് വോയിസ് ഇല്ല. അതായത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന് പാസീവ് വോയിസ് ഇല്ല. ഹാസ് ബീനും ഹാവ് ബീനും പ്ലസ് ING വരുന്നതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന് പാസീവ് വോയിസ് ഇല്ല. ഹാഡ് ബീൻ പ്ലസ് ING വരുന്നതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്.
വിൽ ഹാവ് ബീൻ പ്ലസ് ING, അതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഈ 3 ടെൻസിനും പാസീവ് വോയിസ് ഇല്ല എന്നുള്ളതാണ്. അതിനർത്ഥം 9 ടെൻസിന് മാത്രമേ പാസീവ് വോയിസ് ഉള്ളൂ. ഇതിൽ തന്നെ ഫ്യൂച്ചർ കണ്ടിന്യൂസിന് വിൽ ബി പ്ലസ് ING ഇതിനും പാസീവ് വോയിസ് ഇല്ലെന്ന് കുറെ ആൾക്കാർ പറയുന്നുണ്ട്, കുറെ ആൾക്കാർ ഉണ്ടെന്നും പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സെന്റൻസ് പറയുക, ഇല്ലെന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക. ഈ 2 ഓപ്ഷനേ അവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ അതുകൂടെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് ആ 9 ടെൻസിന്റെ എന്താണ് പാസീവ് വോയിസ് കൂടെ മനസ്സിലാക്കാം. ഇവിടെ നിങ്ങൾ കാണുന്നത് പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ പ്രസന്റ് ടെൻസിന്റെ ആക്റ്റീവ് വോയിസ് നമുക്കറിയാം. സിമ്പിൾ പ്രസന്റ് നമ്മൾ പറയുന്നു ഷീ റൈറ്റ്സ് എ ലെറ്റർ. പ്രസന്റ് കണ്ടിന്യൂസിൽ ഷീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. പ്രസന്റ് പെർഫെക്റ്റിൽ ഷീ ഹാസ് റിട്ടൺ എ ലെറ്റർ. ഇവിടെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന് പാസീവ് വോയിസ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പൊ പാസീവ് വോയിസ് പ്രസന്റ് ടെൻസിൽ 3 ടെൻസിലും പാസ്റ്റിൽ 3 ടെൻസ്, ഫ്യൂച്ചറിൽ 3 ടെൻസ്, അങ്ങനെ 9 ടെൻസിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സ്ട്രക്ചറാണ്. ഇവിടെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും നമ്മൾ പാസീവ് വോയിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഒബ്ജക്റ്റിലാണ് അല്ലേ. ഈ സെന്റൻസിനെ നോക്കിയാൽ ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എ ലെറ്റർ എന്നുള്ളതാണ്. അപ്പൊ ഒബ്ജക്റ്റിന്റെ എണ്ണം അനുസരിച്ച് നമ്മൾ ഓക്സിലറി വെർബ് നിർബന്ധമായും പാസീവ് വോയിസിൽ കാണിക്കുക എന്നുള്ളതാണ്. ഈ സിമ്പിൾ പ്രസന്റ് ഈ സെന്റൻസ് ഷീ റൈറ്റ്സ് എ ലെറ്റർ എന്നുള്ള ഈ ആക്റ്റീവ് വോയിസിലെ സെന്റൻസ് പാസീവ് വോയിസ് ആക്കണമെങ്കിൽ ഇവിടെ നമുക്ക് ഓക്സിലറി വെർബ് ഒന്നും ഇല്ല. സിമ്പിൾ പ്രസന്റിൽ പാസീവ് വോയിസ് ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഈസ്, ആർ, ആം എന്നുള്ള ഓക്സിലറി വെർബ് വെച്ചുകൊണ്ടാണ്. അത്തരത്തിൽ ഈസ്, ആർ, ആം എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു സബ്ജക്റ്റിന്റെ എണ്ണം അനുസരിച്ച്, സബ്ജക്റ്റ് മാറുന്നതനുസരിച്ച് ഈസ്, ആർ, ആം എന്നുള്ള ഓക്സിലറി വെർബ് മാറും. സിംഗുലർ ആണെങ്കിൽ എന്താണ് ഈസ് എന്നും, പ്ലൂറൽ ആണെങ്കിൽ ആർ എന്നും, ഐ ആണ് ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ ആം എന്നുമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ വെർബിന്റെ V3 എഴുതി കഴിഞ്ഞാൽ എന്തായി, പാസീവ് വോയിസ് ആയി അല്ലേ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഈസ്, ആർ, ആം പ്ലസ് V3 എന്നുള്ളതാണ് സിമ്പിൾ പ്രസന്റിന്റെ സ്ട്രക്ചർ. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ എഴുതും? ഞാൻ പറഞ്ഞു ആദ്യം നമ്മൾ ഒബ്ജക്റ്റിൽ സ്റ്റാർട്ട് ചെയ്യണം. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എ ലെറ്റർ എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഓക്സിലറി വെർബ് അല്ലേ. ഓക്സിലറി വെർബ് ഇവിടെ ഈസ്, ആർ, ആം ഉണ്ട്. ഇവിടെ എ ലെറ്റർ എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്, ഒന്നായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടെ നമ്മൾ ഈസ് എഴുതും. പിന്നെ വെർബിന്റെ ഒന്നും ആലോചിക്കാനില്ല, 3ാമത്തെ രൂപം എഴുതിയാൽ എന്തായി, പാസീവ് വോയിസ് ആയി. റൈറ്റിന്റെ 3ാമത്തെ രൂപം റിട്ടൺ എന്നുള്ളതാണ്. എ ലെറ്റർ ഈസ് റിട്ടൺ അല്ലേ. അവിടെ നമുക്ക് സബ്ജക്റ്റിനെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ബൈ എഴുതി വേർതിരിച്ച് കാണിക്കാം. അവിടെ ബൈ എഴുതിയിട്ട് നമ്മൾ ഷീ എന്നുള്ള എന്തായി മാറും, അതിന്റെ ഒബ്ജക്ട് ഫോം ഹെർ ആയി മാറും. എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ ഹെർ എന്ന് വേണമെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എഴുതാം. അല്ലെങ്കിൽ എന്താണ് സബ്ജക്റ്റിന് വലിയ പ്രാധാന്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ എ ലെറ്റർ ഈസ് റിട്ടൺ എന്ന് മാത്രം എഴുതിയാൽ മതിയാണ്. അപ്പൊ ഇവിടെ ഒന്നിൽ കൂടുതലാണ്. ഇപ്പൊ നോവൽസ് എന്നായിരുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈസ് മാറി ആർ എന്ന ഓപ്ഷനുകൾ നമ്മൾ ഉപയോഗിച്ചേനെ. ലെറ്റേഴ്സ് ആർ റിട്ടൺ ബൈ ഹെർ എന്ന് മാറിയേനെ ആ സെന്റൻസ്. അടുത്ത് നോക്കാം, ഷീസ് റൈറ്റിംഗ് എ ലെറ്റർ. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഓക്സിലറി വെർബ് ഉണ്ട്. അപ്പൊ നമുക്കൊരു വിഷയമില്ല, നമുക്ക് എന്താണ് പാസീവ് വോയിസ് ഉണ്ടാക്കാൻ എളുപ്പമാണെന്ന് നിങ്ങൾ ചിന്തിക്കും. അപ്പൊ ആദ്യം സിമ്പിൾ പ്രസന്റിന് ഓക്സിലറി വെർബ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈസാറാം അവിടെ നിന്ന് കടമെടുത്തുകൊണ്ട് നമ്മൾ ഉപയോഗിച്ചതാണ്. പ്രസന്റ് കണ്ടിന്യൂസിലാണ് ഈസാറാം ഉള്ളത്. ഇവിടെ നമ്മൾ ഓക്സിലറി വെർബ് ഉണ്ടെന്ന് വിചാരിച്ച് എന്താണ് റൈറ്റിംഗ് മാറ്റി റിട്ടേൺ എന്ന് മാത്രം എഴുതിയാൽ ഈ 2 സെന്റൻസും ഒരേപോലെ ആയിപ്പോകും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ ഹെർ എന്ന് നമ്മൾ വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ ഈ 2 പാസീവ് വോയിസും സിമ്പിൾ പ്രസന്റിന്റെയും പ്രസന്റ് കണ്ടിന്യൂസിന്റെയും പാസീവ് വോയിസ് തമ്മിൽ ഒരു വ്യത്യാസവും ഉണ്ടാകില്ല. അപ്പൊ അത്തരത്തിൽ എന്താണ് വ്യത്യാസം കാണിക്കുന്നതിന് വേണ്ടി ഈ കണ്ടിന്യൂസ് ടെൻസിലെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബീയിങ് കൂടെ ചേർത്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ ഈ 2 ടെൻസ് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എ ലെറ്റർ ഈസ് ബീയിങ് റിട്ടൺ ബൈ ഹെർ എന്ന് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഓക്സിലറി വെർബിന്റെ കൂടെ ഈസിന്റെ കൂടെയും ആറിന്റെ കൂടെയും ആമിന്റെ കൂടെയൊക്കെ നമ്മൾ ഒരു ബീയിങ് കൂടെ ചേർക്കും. റീസൺ ഞാൻ ഈ പറഞ്ഞതാണ്. ഇവിടെ നമ്മൾ ഈസും ആറും മാത്രമാണ് ഉപയോഗിച്ചതെങ്കിൽ അവിടെ എന്താണ് സിമ്പിൾ പ്രസന്റിന്റെയും പ്രസന്റ് കണ്ടിന്യൂസിന്റെയും പാസീവ് വോയിസ് സെന്റൻസുകൾ തമ്മിൽ ഒരു വ്യത്യാസവും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എ ലെറ്റർ കഴിഞ്ഞാൽ അവിടെ ഈസ് ബീയിങ്ങോ ആർ ബീയിങ്ങോ വരികയാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും നിങ്ങൾ? നമുക്കറിയാം സിംഗുലർ ആണ്, ഒന്നായതുകൊണ്ട് തന്നെ ഈസ് ബീയിങ് ആണ് വരുന്നത് അല്ലെ. എ ലെറ്റർ ഈസ് ബീയിങ്. പിന്നെ ഒന്നും ആലോചിക്കാനില്ല, റൈറ്റ് എന്നുള്ള വെർബിന്റെ എന്താണ് V3 മാത്രമേ വരുള്ളൂ. ഞാൻ പറഞ്ഞു പാസീവ് വോയിസിൽ എ ലെറ്റർ ഈസ് ബീയിങ് റിട്ടൺ ബൈ ഹെർ എന്നുള്ളതാണ്. ഇനി അടുത്ത പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഷീ ഹാസ് റിട്ടൺ എ ലെറ്റർ. ഇവിടെ ഓക്സിലറി വെർബ് ഉണ്ട് അല്ലേ. ഓക്സിലറി വെർബ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിവിടെ ഹാസ് എഴുതാമെന്ന് നിങ്ങൾ കരുതും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലെറ്റർ ഹാസ് റിട്ടൺ എന്ന് എഴുതി കഴിഞ്ഞാൽ ഇത് പ്രസന്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ അതേപോലെ നമ്മൾ എഴുതുന്ന പോലെ ആയിരിക്കും. കാരണം അവിടെ വെർബിന്റെ V3 ഫോമാണ് ഉപയോഗിക്കുന്നത്. ആൾറെഡി V3 ഫോം ഉപയോഗിച്ചു. ഇവിടെ നമ്മൾ റൈറ്റ്സ് എന്നും റൈറ്റിംഗ് എന്ന് എഴുതിയപ്പോൾ അവിടെ റിട്ടൺ എഴുതിയത് കൊണ്ട് അവിടെ ചെറിയ വ്യത്യാസം വരുത്തിക്കൊണ്ട് നമുക്ക് പാസീവ് വോയിസ് ആണെന്ന് അനുമാനിക്കാൻ സാധിക്കും. ഇവിടെ ആൾറെഡി എന്താണ് V3 ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ആക്റ്റീവ് വോയിസിലും. അപ്പോൾ പാസീവ് വോയിസിലും നമ്മൾ ഈ ഓക്സിലറി ഉപയോഗിച്ചുകൊണ്ട് ഒബ്ജക്റ്റ് എഴുതി ഈ സെയിം ഓക്സിലറിയും പിന്നെ വെർബിന്റെ V3 വന്നു കഴിഞ്ഞാൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. അത് ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണോ എന്നുള്ളത്.
അത്തരത്തിലുള്ള കൺഫ്യൂഷൻ ഇല്ലാതാക്കുന്നതിന് വേണ്ടി എങ്ങനെ നമുക്ക് പറയാമെന്നുള്ളതാണ് പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹാസ് ബീൻ ഹാവ് ബീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ആണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ഓക്സിലറി വെർബുകളാണ് ഹാസ് ബീൻ ഹാവ് ബീൻ അല്ലേ. ആ ടെൻസിന് പാസീവ് വോയിസ് ഇല്ല എങ്കിലും അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വെർബിന്റെ V3 പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഹാസ് ബീൻ ഹാവ് ബീൻ വരുമ്പോൾ വെർബിന്റെ ING ആണെന്ന് നമുക്കറിയാം. അപ്പൊ അവിടെ നമ്മൾ ചിന്തിക്കുക അവിടെ വെർബിന്റെ INGക്ക് പകരം V3 വന്നത് കൊണ്ട് തന്നെ അത് പാസീവ് വോയിസ് ആയെന്നുള്ളത് അല്ലേ. ആ ഒരു ലോജിക്ക് വർക്ക് ആവുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ നമ്മൾ എന്താണ് സെന്റൻസുകൾ പാസീവ് വോയിസിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കാം ഹാസ് ബീൻ ഹാവ് ബീൻ പ്ലസ് എന്താണ് V3 ആണ്. ഇവിടെ ഹാസ് ഹാവ് പ്ലസ് V3 ആണെങ്കിൽ അത് ആക്റ്റീവ് വോയിസിലെ എന്താണ് പെർഫെക്റ്റ് ടെൻസും പാസീവ് വോയിസിലെ പെർഫെക്റ്റ് ടെൻസുമായി ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകും. അത്തരത്തിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ട്രക്ചറാണ് നിങ്ങളെ കാണുന്നത്. സിംഗുലർ ആണെങ്കിൽ ഹാസ് ബീനും പ്ലൂറൽ ആണെങ്കിൽ ഹാവ് ബീനും പ്ലസ് വെർബിന്റെ V3 ആണ്. അപ്പൊ നമ്മൾ എഴുതുന്നത് എ ലെറ്റർ ഒന്നായതുകൊണ്ട് ഹാസ് ബീൻ ആണ് എഴുതേണ്ടത്. എ ലെറ്റർ ഹാസ് ബീൻ റിട്ടൺ ബൈ ഹെർ എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ആദ്യത്തെ ഓക്സിലറി വെർബ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈസാറാമ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒബ്ജക്റ്റിന്റെ എണ്ണം അനുസരിച്ചുകൊണ്ട് അത് എഴുതുകയും വെർബിന്റെ V3 ഉപയോഗിക്കുകയും ചെയ്തു. രണ്ടാമത് നമ്മൾ ഓക്സിലറി വെർബ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് റൈറ്റിംഗ് എന്നുള്ളതിന്റെ V3 ഉപയോഗിച്ച് എഴുതാമായിരുന്നു. പക്ഷെ എന്താണ് സിമ്പിൾ പ്രസന്റിൽ ആൾറെഡി നമ്മൾ ഈസ് ഉപയോഗിച്ചത് കൊണ്ട് ആ രണ്ട് ടെൻസും തമ്മിൽ പാസീവ് വോയിസ് ഉണ്ടാക്കുമ്പോൾ സിമ്പിൾ പ്രസന്റും പ്രസന്റ് കണ്ടിന്യൂസും തമ്മിൽ വ്യത്യാസം ഉണ്ടാകില്ല. ആ കാരണം കൊണ്ട് തന്നെ വ്യത്യാസപ്പെടുത്താൻ വേണ്ടി നമ്മൾ കണ്ടിന്യൂസിലെല്ലാം ഒരു ബീയിങ് കൂടെ ഉപയോഗിക്കുക എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് എ ലെറ്റർ ഈസ് ബീയിങ് എന്ന് നമ്മൾ അവിടെ എഴുതിയത്. ഇനി മൂന്നാമത്തെ ടെൻസ് പെർഫെക്റ്റ് ടെൻസ് വരികയാണെങ്കിൽ അവിടെ ആൾറെഡി എന്താണ് ഓക്സിലറി വെർബ് ഉണ്ട്, നമുക്ക് വേറെ കൺഫ്യൂഷൻ ഒന്നും ഇല്ല. പക്ഷെ ചെറിയൊരു വ്യത്യാസം വെർബിന്റെ V3 ആണ് അവിടെ ഉപയോഗിക്കുന്നത്. പാസീവ് വോയിസിലും വെർബിന്റെ V3 ആണ്. അത്തരത്തിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇത് ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണോ. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ ഹാസ് ബീനും ഹാവ് ബീനും എന്നുള്ള പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ എന്താണ് ഓക്സിലറി വെർബ് എടുത്തു. ഹാസ് ബീനും ഹാവ് ബീനും കഴിഞ്ഞ് നോർമലി ING ഫോമാണ് വരുന്നത്. അവിടെ V3 വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് പാസീവ് വോയിസ് ആണ്. അത്തരത്തിലാണ് നമ്മൾ എന്താണ് അവസാനമായിട്ട് എ ലെറ്റർ ഹാസ് ബീൻ റിട്ടൺ എന്നുള്ളത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ പാസീവ് വോയിസ് ആയി കാണിച്ചത്. അപ്പൊ ഈ സ്ട്രക്ചറും അത് എത്തരത്തിലാണ് ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. ഇനി മനസ്സിലാകാത്തവർക്ക് വേണ്ടി സിമ്പിൾ ആയിട്ട് ഒന്നുകൂടെ പറയാം. നമ്മൾ ആദ്യം ഒബ്ജക്റ്റ് ആണ് എഴുതേണ്ടത് അല്ലേ, എ ലെറ്റർ. അപ്പൊ ഈ പറയുന്ന മൂന്ന് ടെൻസിലും സിമ്പിൾ പ്രസന്റിലായാലും പ്രസന്റ് കണ്ടിന്യൂസിലായാലും പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലായാലും അവിടെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എ ലെറ്റർ എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് നമ്മൾ സിമ്പിൾ പ്രസന്റ് എഴുതുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഈസാറാമിൽ നമ്മൾ ഒരു ലെറ്റർ ആയതുകൊണ്ട് ഈസ് ഉപയോഗിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ റൈറ്റ് എന്നുള്ളതിന്റെ V3 ആണ്, റിട്ടൺ എന്നുള്ളതാണ്. സബ്ജക്റ്റിനെ കാണിക്കണം നിർബന്ധമൊന്നുമില്ല, കാണിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബൈ എഴുതി വേർതിരിച്ച് കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ ബൈ എന്താണ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഷീ എന്നുള്ളത് ഹെർ ആയി മാറും എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഷീ എന്ന സബ്ജക്റ്റ് ഇവിടെ ഒബ്ജക്റ്റ് ഫോം ആണ്, ഹെർ ആയി മാറും എന്നുള്ളതാണ്. ഈ ലെറ്റർ ഈസ് റിട്ടൺ ബൈ ഹെർ. പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഞാൻ പറഞ്ഞു ഈ ടെൻസുമായി വ്യത്യാസപ്പെടുത്താൻ വേണ്ടി നമ്മളൊരു ബീയിങ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എ ലെറ്റർ ഈസ് ബീയിങ് റിട്ടൺ ബൈ ഹെർ. വേറെ ഒരു വ്യത്യാസവും ഇല്ല, ഈ ഓക്സിലറി വെർബുകൾ മാത്രം മാറുന്നു എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അടുത്ത പ്രസന്റ് പെർഫെക്റ്റ് ആണ്. എ ലെറ്റർ ഹാസ് ബീൻ റിട്ടൺ ബൈ ഹെർ എന്നുള്ളതാണ്. അപ്പൊ എപ്പോഴും പ്രസന്റ് ടെൻസിന്റെ ഓക്സിലറി വെർബ് പാസീവ് വോയിസിൽ വരുമ്പോൾ ഈസ് ബീയിങ് ഹാസ് ബീൻ പ്ലസ് വെർബിന്റെ V3, അത് ഒബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ. ലെറ്റേഴ്സ് പ്ലൂറൽ ആയിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ പറഞ്ഞേനെ ആർ ബീയിങ് ഹാവ് ബീൻ എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു ഉദാഹരണം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ പറഞ്ഞു പാസീവ് വോയിസിൽ നമ്മൾ ഒബ്ജക്റ്റിന്റെ എണ്ണം അനുസരിച്ചിട്ടാണ് ഓക്സിലറി വെർബുകൾ ഉപയോഗിക്കുന്നത് അല്ലെ. ഈസാറാമും വാസ്വേറും ഹാസുർ ഹാവ് ഒക്കെ ഉപയോഗിക്കുന്നത്. ഇവിടെ എ ലെറ്റർ മാറി ലെറ്റേഴ്സ് എന്നാവാണ്. ഒബ്ജക്റ്റ് പ്ലൂറൽ ആണ്, ഒന്നിൽ കൂടുതലാണെങ്കിൽ അവിടെ ഈസ് മാറി ആറാവും അല്ലെ. എങ്ങനെ പറയും ലെറ്റേഴ്സ് ആർ. പിന്നെ ഒന്ന് ആലോചിക്കേണ്ട വെർബിന്റെ V3 തന്നെയാണ് റിട്ടൺ ബൈ ഹെർ എന്നുള്ളതാണ്. ഇവിടെ വേറെ ഒരു വ്യത്യാസമില്ല, ഒബ്ജക്റ്റിന്റെ എണ്ണം അനുസരിച്ച് ഓക്സിലറി വെർബ് മാത്രമേ മാറിയിട്ടുള്ളൂ. എ ലെറ്റർ ഈസ് എന്നുള്ളത് ലെറ്റേഴ്സ് ആർ എന്നായി മാറി, ബാക്കി ഒരു വ്യത്യാസവും ഇവിടെ വന്നിട്ടില്ല. അടുത്ത നമുക്കറിയാം ഈസ് ബീയിങ് എന്നുള്ളതാണ് പ്രസന്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അവിടെ ലെറ്റേഴ്സ് പ്ലൂറൽ ആകുമ്പോൾ എന്തായി മാറും ആർ ബീയിങ് എന്നായി മാറും അല്ലേ. ലെറ്റേഴ്സ് ആർ ബീയിങ് റിട്ടൺ ബൈ ഹെർ എന്നുള്ളതാണ്. ഇനി അവസാനം ഹാസ് ബീൻ ആണ് നമ്മൾ പഠിച്ചത്. പ്രസന്റ് പെർഫെക്റ്റിൽ പാസീവ് വോയിസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവിടെ ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആകുമ്പോൾ ഹാസ് ബീൻ മാറി ഹാവ് ബീൻ ആയി മാറും. ലെറ്റേഴ്സ് ഹാവ് ബീൻ റിട്ടൺ ബൈ ഹെർ എന്നുള്ളതാണ്. അപ്പൊ ഒബ്ജക്റ്റിന്റെ എണ്ണം അനുസരിച്ച് കൊണ്ട് ഓക്സിലറി വെർബിൽ ചെറിയ വ്യത്യാസം വരുമെന്നല്ലാതെ സ്ട്രക്ചറിലൊന്നും ഒരു മാറ്റം ഉണ്ടാകില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് പാസ്റ്റ് ടെൻസുമായി ബന്ധപ്പെട്ടുള്ള പാസീവ് വോയിസ് പരിശോധിക്കാം. ഇവിടെ മനസ്സിലാക്കേണ്ടത് പാസ്റ്റ് ടെൻസിന് 3 ടെൻസുകൾക്ക് മാത്രമേ പാസീവ് വോയിസ് ഉള്ളൂ. സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്. സെന്റൻസുകൾ നമുക്കറിയാം. ഷീ റോട്ട് എ ലെറ്റർ, ഷീ വാസ് റൈറ്റിംഗ് എ ലെറ്റർ, ഷീ ഹാഡ് റിട്ടൺ എ ലെറ്റർ.
അല്ലേ? ഇവിടെ വളരെ എളുപ്പമാണ് സ്ട്രക്ചർ. നമുക്കറിയാം ഇവിടെ ഓക്സിലറി വെർബ് ഇല്ലാത്തതുകൊണ്ട് പാസ്റ്റ് ടെൻസിൽ നമ്മൾ വാസും വേറിലാണ് ആരംഭിക്കുന്നത്. വാസ് വേർ പ്ലസ് V3 ആണ്. വെർബിന്റെ V3 ഫോം തന്നെയാണ് എല്ലാത്തിലും ഉപയോഗിക്കുന്നത്. വളരെ എളുപ്പമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ പറയും? എ ലെറ്റർ കഴിഞ്ഞ് വാസ് എഴുതൂ വേർ എഴുതൂ എന്ന് ചോദിച്ചാൽ എ ലെറ്റർ എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്, ഒന്നായതുകൊണ്ട് നമുക്ക് വാസ് ഉപയോഗിക്കാം. എ ലെറ്റർ വാസ് റിട്ടൺ ബൈ ഹെർ എന്നുള്ളതാണ്, അല്ലേ? വളരെ എളുപ്പമാണ്. വെർബിന്റെ V3 ആണ് നമ്മൾ ഉപയോഗിച്ചത്. അത് നോക്കുകയാണെങ്കിൽ ഷി വാസ് റൈറ്റിംഗ് എ ലെറ്റർ. ഇവിടെയും നമ്മൾ പ്രസന്റ് ടെൻസുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു സിമ്പിൾ പാസ്റ്റിലും പാസ്റ്റ് കണ്ടിന്യൂസിലും നമ്മൾ ഈ ഉള്ള ഓക്സിലറിയിൽ വെർബിന്റെ V3 ചേർത്ത് കഴിഞ്ഞു. ഈ ലെറ്റർ വാസ് റിട്ടൺ എന്ന് പറഞ്ഞാൽ വീണ്ടും എന്താണ്, ഒരേപോലെ ആകുന്നത് കൊണ്ട് തന്നെ കണ്ടിന്യൂസ് ടെൻസിലെല്ലാം ഒരു ബീയിങ് കൂടെ ഉപയോഗിക്കും ഓക്സിലറി വെർബ് കഴിഞ്ഞിട്ട്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ വാസ് ബീയിങ് വേർ ബീയിങ് പ്ലസ് V3 എന്നുള്ളതാണ്. ഇവിടെ ഈ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഒന്നായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ഉപയോഗിക്കും? വാസ് ബീയിങ് ആണോ വേർ ബീയിങ് ആണോ എന്ന് ചോദിച്ചാൽ വാസ് ബീയിങ് ആണ്, അല്ലേ? ലെറ്റർ വാസ് ബീയിങ് റിട്ടൺ ബൈ ഹെർ എന്നുള്ളതാണ്. നമുക്ക് നോക്കാം പാസ്റ്റ് പെർഫെക്റ്റിൽ ഷീ ഹാഡ് റിട്ടൺ എ ലെറ്റർ. ഷീ ഹാഡ് റിട്ടൺ എ ലെറ്റർ എന്നുള്ള ആക്റ്റീവ് വോയിസിനെ നമ്മൾ പാസീവ് വോയിസ് അതേപോലെ ആക്കി കഴിഞ്ഞാൽ ഈ ലെറ്റർ ഹാഡ് റിട്ടൺ എന്ന് പറഞ്ഞാൽ അവിടെ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകുമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ എന്താണ്, കണ്ടിന്യൂസിന്റെ ഓക്സിലറി വെർബ് ഹാഡ് ബീൻ എടുത്തുകൊണ്ട് വെർബിന്റെ V3 ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്ന പാസീവ് വോയിസ് ആണ്, അല്ലേ? അവിടെ ഹാഡ് ബീൻ പ്ലസ് വെർബിന്റെ V3 ആണ്. നമ്മൾ സെന്റൻസ് പറയുമ്പോൾ എ ലെറ്റർ ഒബ്ജക്റ്റ് എന്ത് തന്നെയായാലും നമുക്കറിയാം ഹാഡ് ബീൻ മാത്രമേ അവിടെ ഉള്ളൂ ഓക്സിലറി ആയിട്ട്. എ ലെറ്റർ ഹാഡ് ബീൻ റിട്ടൺ ബൈ ഹെർ എന്നുള്ളതാണ്. അപ്പോൾ പാസ്റ്റ് ടെൻസ് വളരെ എളുപ്പമാണ്. നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ വാസ് ഓർ വേർ ഉപയോഗിക്കുക. പാസ്റ്റ് കണ്ടിന്യൂസിൽ നമ്മൾ വാസ് ബീയിങ് അല്ലെങ്കിൽ വേർ ബീയിങ് ഉപയോഗിക്കുക ഒബ്ജക്റ്റിന് എണ്ണം അനുസരിച്ചുകൊണ്ട്. പാസ്റ്റ് പെർഫെക്റ്റിൽ ഒബ്ജക്റ്റ് എന്ത് തന്നെയാലും ഹാഡ് ബീൻ പ്ലസ് V3 ആണ് ഉപയോഗിക്കേണ്ടത്. കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഒബ്ജക്റ്റ് എഴുതി. ഈ മൂന്ന് ടെൻസിന്റെയും സെന്റൻസുകൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എ ലെറ്റർ എന്നുള്ളതാണ്, അല്ലേ? അങ്ങനെ എ ലെറ്റർ നമ്മളിവിടെ എടുത്തെഴുതി. അത് കഴിഞ്ഞ് ഇവിടെ എന്താണ്, സിമ്പിൾ പാസ്റ്റിൽ നമുക്കറിയാം വാസും വേറുമാണ് എന്താണ് ഓക്സിലറി വെർബ്. എ ലെറ്റർ എന്ന് പറഞ്ഞാൽ സിംഗുലർ ആയതുകൊണ്ട് ഒന്നായതുകൊണ്ട് നമ്മൾ വാസ് എഴുതുന്നു. അത് കഴിഞ്ഞ് വെർബിന്റെ V3 റിട്ടൺ ബൈ എന്താണ് ഹെർ എന്നുള്ളതാണ്. അടുത്ത നമുക്ക് നോക്കാം പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. അവിടെ വാസ് ബീയിങ്ങും വേർ ബീയിങ്ങും ആണ്. എ ലെറ്റർ എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്, ഒന്നായതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് വാസ് ബീയിങ് ഉപയോഗിക്കുന്നു. എ ലെറ്റർ വാസ് ബീയിങ് റിട്ടൺ ബൈ ഹെർ എന്നുള്ളതാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാം പാസ്റ്റ് പെർഫെക്റ്റ് ആണ്, അല്ലേ? അവിടെ നമുക്ക് ഹാഡ് ബീൻ ആണ്. അത് കഴിഞ്ഞ് വെർബിന്റെ V3 ആണ്. എ ലെറ്റർ ഹാഡ് ബീൻ റിട്ടൺ ബൈ ഹെർ എന്നുള്ളതാണ്. വളരെ എളുപ്പമാണ്. പാസ്റ്റ് ടെൻസിന്റെ പാസീവ് വോയിസിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കുക. വാസ്, വാസ് ബീയിങ്, ഹാഡ് ബീൻ, അല്ലേ? ഇവിടെ പ്ലൂറൽ ആയിരുന്നെങ്കിൽ എന്ത് വന്നേനെ? ലെറ്റേഴ്സ് എന്നുള്ളത് വേർ ആയനെ, വേർ ബീയിങ് ആയനെ. അതുപോലെ ഹാഡ് ബീൻ വ്യത്യാസമൊന്നുമില്ല, എന്ത് തന്നെയാലും ഹാഡ് ബീൻ തന്നെയാണ്. ആ വ്യത്യാസം കൂടി മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഫ്യൂച്ചർ ടെൻസിന്റെ എന്താണ് പാസീവ് വോയിസ് പരിശോധിക്കാം. ഫ്യൂച്ചർ ടെൻസിലും വളരെ എളുപ്പമാണ്. ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ സെന്റൻസ് നോക്കുകയാണെങ്കിൽ ഷീ വിൽ റൈറ്റ് എ ലെറ്റർ. ഫ്യൂച്ചർ പെർഫെക്റ്റിൽ ഷീ വിൽ ഹാവ് റിട്ടൺ എ ലെറ്റർ. ഇനി നമ്മൾ മോഡൽ വെർബ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പറയാണ് ഷീ മസ്റ്റ് റൈറ്റ് എ ലെറ്റർ. ഞാൻ പറഞ്ഞു നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസിന് വിൽ ബി പ്ലസ് എന്താണ് വെർബിന്റെ ING വരുന്ന ഫ്യൂച്ചർ കണ്ടിന്യൂസിന് പാസ്റ്റ് വോയിസ് അങ്ങനെ ഉപയോഗിക്കാറില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നിരുന്നാൽ കൂടി അതിന്റെ പാസ്റ്റ് വോയിസ് കൂടി നമ്മൾ ഈ പാഠത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോമൺ ആയിട്ട് നമ്മൾ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് മോഡൽ വെർബ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് പാസീവ് വോയിസ് ഉണ്ടാക്കാറുണ്ട്, അല്ലേ? ഷീ മസ്റ്റ് റൈറ്റ് എ ലെറ്റർ എന്ന് പറഞ്ഞാൽ അവൾ ഒരു കത്ത് എഴുതണം എന്നുള്ളതാണ്. ഇപ്പൊ മസ്റ്റ് റൈറ്റ് എന്ന് വെച്ചാൽ വുഡും ഷുഡും ഗുഡും മസ്റ്റും മൈറ്റൊക്കെ ഒരു വെർബിന്റെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇപ്പൊ റൈറ്റ് എന്നുള്ള എഴുതുക എന്നുള്ളത് എഴുതണം എന്നായി മാറും. പോകണം എന്നുള്ളത് മസ്റ്റ് ഗോ, അല്ലേ? പോകുക എന്നുള്ളത് പോകണം എന്നായി. അപ്പൊ മസ്റ്റ് വരുമ്പോൾ മനസ്സിലാക്കേണ്ടത് നിർബന്ധത്തെ കാണിക്കാൻ വേണ്ടിയാണ്. നിർബന്ധമായും അവളൊരു എന്താണ് കത്ത് എഴുതണം എന്നുള്ളതാണ്. അത് നമ്മൾ എന്താണ് മുമ്പ് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഫ്യൂച്ചർ ടെൻസിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വിൽ ബിയിലായിരിക്കും. നമ്മൾ പ്രസന്റിൽ ഈസ് ആറാമിൽ സ്റ്റാർട്ട് ചെയ്തു, പാസ്റ്റിൽ വാസ് വേർ സ്റ്റാർട്ട് ചെയ്തു. ഫ്യൂച്ചർ വരുമ്പോൾ നമ്മൾ വിൽ ബിയിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അവിടെ മനസ്സിലാക്കേണ്ടത് വിൽ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ പാസീവ് വോയിസ് ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ വിൽ ബി പ്ലസ് V3 എന്നുള്ളതാണ്, അല്ലേ? അവിടെ നമുക്ക് പാസീവ് വോയിസ് എങ്ങനെ ഉണ്ടാക്കാം? ഇവിടെ ഒബ്ജക്റ്റ് ഒരു വിഷയമല്ല, എന്ത് തന്നെയാലും നമ്മൾ വിൽ ബി എഴുതിയാൽ മതി. ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ ആക്റ്റീവ് വോയിസിൽ മനസ്സിലാക്കിയാണ് അവിടെ സബ്ജക്റ്റ് എന്നൊരു വിഷയമില്ല, എന്ത് തന്നെയാലും അവിടെ ഉള്ള ടെൻസിന്റെ ഓക്സിലറി വെർബുകൾ ഉപയോഗിക്കുക എന്ന് മാത്രമാണ്, അല്ലേ? എ ലെറ്റർ വിൽ ബി റിട്ടൺ ബൈ ഹെർ എന്നുള്ളതാണ്. വെർബിന്റെ V3 തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. ഷീ വിൽ ഹാവ് റിട്ടൺ, അല്ലേ? ഇവിടെ നമുക്കറിയാം എ ലെറ്റർ വിൽ ഹാവ് റിട്ടൺ എന്ന് എഴുതി കഴിഞ്ഞാൽ അവിടെ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകും. പെർഫെക്റ്റ് ടെൻസിന് വ്യത്യാസമൊന്നുമില്ല. അവിടെ എല്ലാത്തിലും V3 ആണ് വരുന്നത് എന്നുകൊണ്ട് പ്രസന്റിലും പാസ്റ്റിലും നമ്മൾ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ വിൽ ഹാവ് ബീൻ എന്നുള്ള സ്ട്രക്ചർ കടമെടുത്തുകൊണ്ടാണ് നമ്മളിവിടെ പാസീവ് വോയിസ് ഉണ്ടാക്കുന്നത്, വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് കാണിക്കാൻ വേണ്ടി, അല്ലേ? അപ്പൊ എങ്ങനെ പറയും? എ ലെറ്റർ വിൽ ഹാവ് ബീൻ റിട്ടൺ ബൈ ഹെർ എന്നുള്ളതാണ്. അവിടെ ഒബ്ജക്റ്റ് ഒരു വിഷയമല്ല, എന്ത് തന്നെയായാലും നമ്മൾ എന്താണ് വിൽ ഹാവ് ബീൻ എഴുതുക പ്ലസ് വെർബിന്റെ V3 എഴുതുക എന്നുള്ളതാണ് പാസീവ് വോയിസിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫ്യൂച്ചർ ടെൻസുമായി ബന്ധപ്പെട്ട് ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഇനി നമുക്ക് നോക്കാം മോഡൽ വെർബ്സ് ഉപയോഗിച്ചുകൊണ്ട്.
ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഷീ മസ്റ്റ് റൈറ്റ് എ ലെറ്റർ എന്നുള്ളതാണ്. ഡയറക്റ്റ് നമ്മൾ വില്ലും മസ്റ്റും ഡൂവും ഡസും ഡിഡും പാസീവ് വോയിസിൽ ഉപയോഗിക്കാറില്ല അല്ലേ. ഇപ്പൊ ഡു ഡസ് ഡിഡ് പാസീവ് വോയിസ് ഉപയോഗിക്കാറില്ല. വില്ലും മസ്റ്റും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ആ രണ്ട് ഓക്സിലറി വെർബ് നിങ്ങൾ ശ്രദ്ധിക്കുക. വില്ലും മസ്റ്റും മാത്രമായിട്ട് നമ്മൾ പാസീവ് വോയിസ് ഉപയോഗിക്കാറില്ല. അതിന്റെ കൂടെ ഒരു ബിയും കൂടെ യൂസ് ചെയ്തുകൊണ്ട് പാസീവ് വോയിസിൽ ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ സിമ്പിൾ ഫീച്ചറിൽ ഇവിടെ വിൽ ബി എന്ന് യൂസ് ചെയ്തത്. അതുപോലെ തന്നെയാണ് മസ്റ്റ് വരുമ്പോഴും മസ്റ്റ് എന്ന് ഡയറക്റ്റ് നമ്മൾ പാസീവ് വോയിസിൽ ഉപയോഗിക്കാറില്ല. അതിന്റെ കൂടെ ഒരു ബിയും കൂടെ ചേർത്തുകൊണ്ട് പാസീവ് വോയിസിൽ ഉപയോഗിക്കാറുള്ളൂ. അപ്പൊ ഇവിടെ എങ്ങനെ പറയാം, നമ്മൾ ഒബ്ജക്റ്റ് ഒരു വിഷയമല്ല, എന്ത് തന്നെയായാലും നമ്മൾ എന്താണ് മസ്റ്റ് ബി എന്ന് എഴുതിയാൽ മതി. സ്ട്രക്ചർ മസ്റ്റ് ബി പ്ലസ് V3 ആണ്. എ ലെറ്റർ മസ്റ്റ് ബി റിട്ടൺ ബൈ ഹെർ എന്നുള്ളതാണ്. സിമ്പിൾ ഫീച്ചർ വില്ല് മാത്രമായിട്ട് പാസീവ് വോയിസ് വരില്ല ഞാൻ പറഞ്ഞു. എൻ്റെ കൂടെ വില്ലിൻ്റെ കൂടെ എപ്പോഴും ഒരു ബി ചേർത്തേ പാസീവ് വോയിസ് ഉണ്ടാക്കാറുള്ളൂ. എ ലെറ്റർ വിൽ ബി റിട്ടൺ ബൈ ഹെർ എന്നും ഇവിടെ നമുക്കറിയാം വിൽ ഹാവ് റിട്ടൺ എന്നുള്ളത് ഒരു വ്യത്യാസപ്പെടുത്തുന്നതിന് വേണ്ടി എ ലെറ്റർ വിൽ ഹാവ് ബീൻ റിട്ടൺ അല്ലേ. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ഓക്സിലറി വെർബ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ വെർബിന്റെ V3 എഴുതുമ്പോൾ നമുക്കറിയാം അത് പാസീവ് വോയിസ് ആണെന്നും. അതുപോലെ തന്നെ മസ്റ്റ് വരുമ്പോൾ മസ്റ്റ് ഒന്നും ഡയറക്റ്റ് എഴുതില്ല, നമ്മൾ അതിന്റെ കൂടെ ഒരു ബീയും കൂടെ ഉപയോഗിച്ചുകൊണ്ട് പാസീവ് വോയിസ് ഉപയോഗിക്കാറുള്ളൂ. എ ലെറ്റർ മസ്റ്റ് ബി റിട്ടൺ ബൈ ഹെർ എന്നുള്ളതാണ് അല്ലേ. ഇത് കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് ഒബ്ജക്റ്റ് എഴുതിക്കൊണ്ട് ഒന്നുകൂടെ പറയാം. എ ലെറ്റർ വിൽ ബി റിട്ടൺ ബൈ ഹെർ എന്നുള്ളതാണ് അല്ലേ. സിമ്പിൾ ഫ്യൂച്ചറിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കുമ്പോൾ. അടുത്ത ഫ്യൂച്ചർ പെർഫെക്റ്റ് വരുമ്പോൾ എ ലെറ്റർ വിൽ ഹാവ് ബീൻ റിട്ടൺ ബൈ ഹെർ എന്നുള്ളതാണ്. നമുക്ക് മോഡൽ വെർബ്സ് ഉപയോഗിച്ച് ഷുഡും കുട്ടും മസ്റ്റും മൈറ്റ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ പറയുമ്പോൾ പാസീവ് വോയിസിൽ എ ലെറ്റർ മസ്റ്റ് ബി റിട്ടൺ ബൈ ഹെർ എന്നുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞു വിൽ ബി എന്ന് പറയുന്നത് ചില ആൾക്കാർ പറയുന്നു ഫ്യൂച്ചർ കണ്ടിന്യൂസിന് പാസീവ് വോയിസ് ഉണ്ടെന്ന്. അങ്ങനെ പറയുന്ന ആൾക്കാർക്ക് വേണ്ടി നമ്മൾ എന്താണ് ഈ ഒരു സ്ട്രക്ചർ കൂടി മനസ്സിലാക്കി വെക്കുക. വിൽ ബി ബീങ് കണ്ടിന്യൂസ് ടെൻസിൽ എല്ലാവരും ബീങ് കൂടെ ചേർത്ത് കൊടുത്ത് പാസീവ് വോയിസ് ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞു ഇല്ല. അതാണ് നമ്മൾ ഈസ് ബീങ് എന്നും ആർ ബീങ് എന്നും വാസ് ബീങ് എന്നും വേർ ബീങ് എന്നും നമ്മൾ പഠിച്ചു. പ്രസന്റ് കണ്ടിന്യൂസിലും പാസ്റ്റ് കണ്ടിന്യൂസിലും അതുപോലെ തന്നെയാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസിലും വിൽ ബി എന്നുള്ള ഓപ്ഷനോടെ കൂടെ ഒരു ബീങ് കൂടെ ചേർത്ത് കൊടുക്കുക. പാസീവ് വോയിസ് ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സ്ട്രക്ചർ നിങ്ങൾ മനസ്സിലാക്കുക. എ ലെറ്റർ വിൽ ബി ബീങ് റിട്ടൺ ബൈ ഹർ. ഇത്ര വ്യത്യാസമേ ഉള്ളൂ, വിൽ ബിയുടെ കൂടെ ഒരു ബീങ് കൂടെ ചേർത്തു എന്നുള്ളത്. അപ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് ഈ 4 കാര്യങ്ങൾ മനസ്സിലാക്കാം പാസീവ് വോയിസുമായി ബന്ധപ്പെട്ട്. അപ്പോൾ പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഞാൻ ഈ പാഠത്തിൽ ഷെയർ ചെയ്ത കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്രദമാണെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.